പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, എ ബ്യൂട്ടിഫുൾ പോയം ബൈ എമിലി ഡിക്കിൻസൺ. ഈ ലെസൺ ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിൽ ഈ സെക്കൻഡ് യൂണിറ്റിന് ടൈറ്റിൽ നൽകിയിരിക്കുന്നത് പ്രതീക്ഷയുടെ ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഹോപ്പ് എന്നാണ്. ഈ യൂണിറ്റിന്റെ തീം തന്നെ ഹോപ്പ്, പ്രതീക്ഷ എന്നുമാണ്. അതോടൊപ്പം സുപ്രസിദ്ധ ഡാനിഷ് ഫിലോസഫർ സോറൻ കീർക്കിഗാർഡിന്റെ വാക്കുകൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുമുണ്ട്. ആരാണ് സോറൻ കീർക്കിഗാർഡ്? ഹി വാസ് എ 19th century ഡാനിഷ് ഫിലോസഫർ ആൻഡ് തിയോളജിയൻ. 19th centuryയിൽ ജീവിച്ചിരുന്ന ഡെൻമാർക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫറും തിയോളജിയൻ, മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമൊക്കെ പഠനം നടത്തിയിരുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു ഫിലോസഫറും തിയോളജിയനുമാണ് സോറൻ കീർക്കിഗാർഡ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ, കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അതായത് ഹോപ്പ് ഈസ് അവർ സ്ട്രോങ് ഡിസയർ ഫോർ സംതിങ് ഗുഡ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് നല്ലത് വരും എന്ന ശക്തമായ ഒരു പ്രതീക്ഷയാണ് ഹോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഹോപ്പ് ഗിവ്സ് us കോൺഫിഡൻസ് ടു ലിവ് ഇൻ ദ പ്രസന്റ്. നാളെ ഒരു നല്ല മുഹൂർത്തം നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട് ഇന്ന് നമ്മളെ ജീവിക്കാൻ നമുക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്നത്. Before going to the poem, here is a short story. Let's read it. Let's log in, read the following passage and discuss the questions. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പാസേജ് അഥവാ സ്റ്റോറിയോടൊപ്പം ഏതാനും ക്വസ്റ്റ്യൻസും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. A long time ago, the Greeks believed that their god Zeus, along with all other gods, had created a woman named Pandora. ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു അവരുടെ ദേവനായ സിയസ് മറ്റ് ദൈവങ്ങളോടൊപ്പം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരുന്നു. അവരുടെ പേര് പെൻഡോര എന്നായിരുന്നു. The gods gave her a box on her wedding day, telling her never to open it. ദേവന്മാർ പെൻഡോരയുടെ വിവാഹ സമയത്ത് അവർക്കൊരു ബോക്സ് ഗിഫ്റ്റായി നൽകി. അതോടൊപ്പം തന്നെ ഒരിക്കലും അത് തുറന്നു നോക്കരുത് എന്ന വാണിങ്ങും നൽകിയിരുന്നു. It would bring her happiness, they said, as long as it remained closed. ആ ബോക്സ് തുറക്കാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർക്ക് സന്തോഷമുണ്ടായിരിക്കുമെന്നും ദേവന്മാർ അവരെ അറിയിച്ചിരുന്നു. പെൻഡോര വാസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. എന്നാൽ പെൻഡോര എന്ന സ്ത്രീ ജന്മന വളരെ ക്യൂരിയസ് ആയിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള വളരെയധികം ജിജ്ഞാസ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷീ കുഡ്ന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. ആ പെട്ടി ഒന്ന് തുറന്നു നോക്കാനും എന്താണ് അതിനകത്തുനിന്ന് അറിയാനുമുള്ള അവരുടെ ടെംപ്റ്റേഷൻ, മാനസികമായിട്ടുള്ളവരുടെ ആഗ്രഹം, പ്രേരണ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, ആ പ്രേരണയെ തടുത്തു നിർത്താൻ അവർക്കായില്ല. ഊപ്സ്, നാശം. The gods had trapped all the worst human qualities, all the unpleasant feelings and the things we fear the most inside the box. ദൈവങ്ങൾ ആ പെട്ടിക്കകത്ത് മനുഷ്യരുടെ സകല ദുഷിച്ച സ്വഭാവങ്ങളെയും അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അൺപ്ലസൻ്റ് ആയിട്ടുള്ള, അശുഭകരമായിട്ടുള്ള, പ്രയാസപ്പെടുത്തുന്ന എല്ലാതരം ഫീലിങ്സും, നാം ജീവിതത്തിലേറെ ഭയപ്പെടുന്ന കാര്യങ്ങളെയും ആ പെട്ടിയിൽ അടക്കം ചെയ്തതായിരുന്നു. No sooner did Pandora open it than all these sickness, pain, suffering, greed, anger, sorrow, etc. flew out and spread all over the world. എന്നാൽ പെൻഡോര ആ ബോക്സ് തുറന്ന ഉടനെ തന്നെ അതിനകത്തുണ്ടായിരുന്ന എല്ലാ അശുഭകരമായ കാര്യങ്ങളും, സിക്നസ്, രോഗങ്ങൾ, പെയിൻ, വേദനകൾ, സഫറിങ്, നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകൾ, ഗ്രീഡ്, അത്യാർത്തി, ആങ്കർ, ദേഷ്യം, സോറോ, ദുരിതങ്ങൾ, ഇതെല്ലാം തന്നെ ആ പെട്ടിക്കകത്ത് നിന്നും പുറത്തേക്ക് ചാടുകയും ലോകമാകമാനം അതെല്ലാം സ്പ്രെഡ് ആവുകയും ചെയ്തു, പടർന്നു പിടിക്കുകയും ചെയ്തു. പെൻഡോര വാസ് സോ സോറി. തൻ്റെ പ്രവൃത്തിയിൽ പെൻഡോരയ്ക്ക് അപ്പോൾ വല്ലാത്ത ദുഃഖവും തോന്നി. ഷീ ക്ലോസ് ദ ലിഡ് ഓഫ് ദ ബോക്സ്. ഉടനെ തന്നെ ദുഃഖത്തോടുകൂടി പെൻഡോര ആ പെട്ടിയുടെ ലിഡ്, അതിൻ്റെ അടപ്പ് അടക്കുകയും ചെയ്തു. ഷീ knelt beside it, pleading to be forgiven by the gods and the people of the world. ദൈവങ്ങളോടും ലോകത്തെ ജനങ്ങളോടും ക്ഷമക്ക് കേണപേക്ഷിച്ചുകൊണ്ട് ആ പെട്ടിക്കരികെ
അവർ മുട്ടുകുത്തുകയും ചെയ്തു. Then she heard the noise of something beating its wings inside the box. അപ്പോൾ ആ പെട്ടിക്കകത്ത് നിന്നും എന്തോ ഒന്ന് ചിറകടിക്കുന്ന പോലെയുള്ളൊരു ശബ്ദം പെൻഡോര കേട്ടു. It seemed to speak to her in a kind voice too. വളരെ ദയ നിറഞ്ഞ സ്വരത്തിൽ എന്തോ അതിനകത്ത് നിന്നും പെൻഡോരയോട് സംസാരിക്കുന്നതായിട്ടും അവർക്ക് തോന്നി. She opened the lid once again. ഉടനെ തന്നെ പെൻഡോര വീണ്ടും ഒരിക്കൽ കൂടെ ആ പെട്ടിയുടെ അടപ്പ് തുറന്നു നോക്കി. This time she was not disappointed. എന്നാൽ ഈ പ്രാവശ്യം തുറന്നപ്പോൾ അവർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. It was the lovely little angel Hope. വളരെ മനോഹരമായ കൊച്ചു മാലാക ഹോപ്പ് ആയിരുന്നു അത്. ഹോപ്പ് എന്ന മാലാക. Who came out of the box. ആ മാലാക പെട്ടിക്ക് പുറത്തേക്ക് വരികയും ചെയ്തു. Fluttering her beautiful wings that shone like gold. സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ ആ മാലാഖയുടെ ചിറകുകൾ ഫ്ലട്ടറിങ്, അത് വീശിക്കൊണ്ടും അത് ചെറുതായിട്ട് അടിച്ചുകൊണ്ടുമായിരുന്നു മാലാഖ പുറത്തേക്ക് ഇറങ്ങി വന്നത്. And that's why despite all our miseries, hope always remains with us. അങ്ങനെയാണ് നമ്മുടെ എല്ലാ മിസറീസ് നമുക്കുണ്ടാകുമ്പോഴും അതോടൊപ്പം നമുക്ക് ഒരു പ്രതീക്ഷയും എന്നും ജീവിതത്തിൽ നമ്മോടൊപ്പം നിലനിൽക്കുന്നത്. To comfort us all the time. എല്ലാ സമയത്തും നമുക്ക് ആശ്വാസം പകരാൻ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതോടൊപ്പം നമുക്കൊരു പ്രതീക്ഷയും ഉണ്ടാകും. ആ പ്രതീക്ഷയുടെ മാലാഖയായിരുന്നു അന്ന് പെൻഡോരയുടെ ബോക്സിൽ നിന്നും പുറത്തേക്ക് വന്നത്. Although Pandora caused the world great pain, she also gave us hope. പെൻഡോര ലോകത്തിനാകമാനം ഗ്രേറ്റ് പെയിൻ, വളരെ ദുരിതങ്ങളും വേദനകളും നൽകിയെങ്കിലും she also gave us hope. അതോടൊപ്പം തന്നെ നമുക്ക് പെൻഡോര പ്രതീക്ഷയും നൽകി. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് പെൻഡോരാസ് ബോക്സ്. ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ ഫോർ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിനെയാണ് നാം പെൻഡോരാസ് ബോക്സ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യൂസിങ് സോഷ്യൽ മീഡിയ വിതൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിംഗ് എ പെൻഡോരാസ് ബോക്സ്. സോഷ്യൽ മീഡിയ വേണ്ടത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതൊരു പെൻഡോരാസ് ബോക്സ് തുറക്കുന്നത് പോലെയായിരിക്കും. ഒട്ടനവധി പ്രശ്നങ്ങൾ വന്നേക്കാം. ഇനി വിദ്യാർത്ഥികളോട് ഈ സ്റ്റോറി വായിച്ച് ഡിസ്കസ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഇവയാണ്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ പെൻഡോര? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? വൈ? പെൻഡോരയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ആ പെട്ടി തുറക്കുമായിരുന്നോ? എന്തുകൊണ്ട്? നമുക്ക് രണ്ട് രീതിയിലും ആൻസർ പറയാം. If I were Pandora, I would not open the box. I am afraid of disobeying God. ഞാൻ പെൻഡോരയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ആ പെട്ടി തുറക്കുമായിരുന്നില്ല. കാരണം ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തുറക്കരുതെന്ന്. ദൈവത്തെ ഡിസോബേ ചെയ്യുന്നത്, അനുസരിക്കാതിരിക്കുന്നത് എനിക്ക് ഭയമാണ്. ഈ രൂപത്തിൽ നമുക്ക് ഒരു ആൻസർ പറയാം. ഓർ അല്ലെങ്കിൽ, ഇഫ് ഐ were Pandora, ഞാൻ പെൻഡോര ആയിരുന്നെങ്കിൽ I would open the box. ഞാൻ പെട്ടി തുറക്കുമായിരുന്നു. As I would be curious to know what is inside. അകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പെട്ടി ഞാൻ തുറക്കുമായിരുന്നു പെൻഡോര ചെയ്ത പോലെ. ഈ രണ്ട് ആൻസേഴ്സിനും സാധ്യതയുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, why do you think God's placed hope in the box along with all the evils? പെൻഡോരയുടെ ബോക്സിൽ എല്ലാത്തരം ഈവിൾസും, ദുഷിച്ച നെഗറ്റീവായ കാര്യങ്ങളാണ് അടക്കിയിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവങ്ങൾ ഹോപ്പ് എന്ന ഒരു മാലാഖയെയും അടക്കം ചെയ്തിട്ടുണ്ട്. എല്ലാ ഈവിൾസിൻ്റെ കൂടെയും ഹോപ്പിനെയും എന്തുകൊണ്ടായിരിക്കും ദൈവങ്ങൾ ഒരേ പെട്ടിയിൽ അടക്കിയത്? ലൈഫ് ഈസ് എ മിക്സർ ഓഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് ഹാപ്പിനെസ്. ജീവിതം എന്നുള്ളത് ദുരിതങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒരു മിക്സ്ചറാണ്. വെൻ വി ഫേസ് ഹാർഡ്ഷിപ്പ് വി മസ്റ്റ് നോട്ട് ലൂസ് ഹാർട്ട്. നാം പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിരാശപ്പെടരുത്. We must hope for the best and move forward. നമുക്ക് നല്ലതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം. ആ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയും വേണം. ഇതാണ് ദൈവങ്ങൾ ഉദ്ദേശിക്കുന്നത്. Then the last question, how does hope help us in hard times? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഹാർഡ് ടൈംസ്, പ്രയാസം നിറഞ്ഞ സമയം, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹോപ്പ് ഒരു സഹായമാകുന്നത്? Hope helps us believe that hard times will also pass. പ്രയാസങ്ങളുടെ സമയത്ത് ഹോപ്പ്
പ്രതീക്ഷയാണ് നമ്മെ സഹായിക്കുന്നത്, നമുക്കൊരു വിശ്വാസം മനസ്സിൽ നൽകുന്നത്. ദാറ്റ് ഹാർഡ് ടൈംസ് വിൽ ഓൾസോ പാസ്. ഈ ദുരിതങ്ങളുടെ കാലവും കടന്നു പോകുമെന്ന ഒരു പ്രതീക്ഷ, നമുക്ക് നല്ലൊരു നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നത് ഹോപ്പ് തന്നെയാണ്. Now, let's go through the lines of the poem. Hope is the thing with feathers. Hope എന്ന തീമായിട്ടുള്ള ഈ യൂണിറ്റിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പോയമാണ് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ഹോപ്പ് എന്നുള്ളത് ചിറകുകളുള്ള ഒന്നാണ്, തൂവലുകളോട് കൂടിയ ഒന്നാണ്. അതായത് ഹോപ്പിനെ ഒരു പക്ഷിയോട് ഉപമിച്ചിരിക്കുന്നു. തീം ഓഫ് ദ പോയം, ദ തീം ഓഫ് ദ പോയം ഈസ് ഹോപ്പ് ആൻഡ് ഇറ്റ്സ് പവർ. നമ്മുടെയൊക്കെ പ്രതീക്ഷകളും അതിൻ്റെ ശക്തിയും. പ്രതീക്ഷകളില്ലെങ്കിൽ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും. പ്രതീക്ഷകളാണ് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ശക്തി പകരുന്നത്. അതുതന്നെയാണ് ഈ കവിതയുടെ ആശയം. ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ഹോപ്പ് സ്റ്റേസ് വിത്ത് അസ് ആൻഡ് ഗിവ്സ് us strength without asking for anything in return. പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശക്തി പകരുന്നത് ഹോപ്പാണ്. ഹോപ്പ് സ്റ്റേസ് വിത്ത് us ആൻഡ് ഗിവ്സ് us strength. എന്നാൽ ഹോപ്പ് ഒരിക്കലും വിതൗട്ട് ആസ്കിങ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, നമ്മോടൊന്നും പകരം ചോദിക്കുന്നില്ല. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കും. എന്നാൽ ആ പ്രയാസങ്ങൾ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ശക്തി പകരുന്നത് പ്രതീക്ഷയാണ്. അങ്ങനെ നമ്മെ സഹായിക്കുന്ന പ്രതീക്ഷ നമ്മോട് പകരമായിട്ടൊന്നും ചോദിക്കുന്നുമില്ല. മെസ്സേജ് ഓഫ് ദ പോയം. ഹോപ്പ് ഈസ് എ ഗ്രേറ്റ്, എ ജെന്റിൽ ബട്ട് സ്ട്രോങ് ഫോഴ്സ് വിതിൻ us. ഹോപ്പ് എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള എന്നാൽ വളരെ ജെന്റിലായിട്ടുള്ള ഒരു ശക്തിയാണ് നമുക്കകത്തുള്ള. ഇറ്റ് നെവർ ലീവ്സ് us. അതൊരിക്കലും നമ്മെ കൈവിട്ട് പോകില്ല. ഈവൻ ഇൻ പെയിൻ ഓഫ് ഫിയർ, നമുക്ക് ദുരിതങ്ങളും ഭയപ്പാടുകളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹോപ്പ് ഒരു ശക്തിയായി ഉണ്ടായിരിക്കും. ഇറ്റ് ഹെൽപ്സ് us ഗോ ത്രൂ ലൈഫ് സ്റ്റോംസ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, പ്രയാസങ്ങളുടെ, വെല്ലുവിളികളുടെ, പ്രതിബന്ധങ്ങളുടെ കൊടുങ്കാറ്റുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് തീർച്ചയായും നമുക്കകത്ത് തന്നെയുള്ള ഹോപ്പാണ്, പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ ആ പ്രതീക്ഷയെ നാം ഉപയോഗപ്പെടുത്തണം. ദെൻ ടോൺ ഓഫ് ദ പോയം. ദ ടോൺ ഇസ് പോസിറ്റീവ്, കംഫർട്ടിങ് ആൻഡ് ഇൻസ്പയറിങ്. ഈ കവിതയുടെ ടോൺ എന്നുള്ളത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ കംഫർട്ടിങ്, ആശ്വാസം പകരുന്നതും, ആൻഡ് ഇൻസ്പയറിങ്, പ്രചോദനമേകുന്നതുമാണ്. ദെൻ സ്റ്റൈൽ ഓർ ടൈപ്പ് ഓഫ് ദ പോയം. ഇത് വളരെ മനോഹരമായ ഒരു കവിതയാണ്. ലിറിക് പോയം റിട്ടൺ ഇൻ റിത്മിക് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. വളരെ ലളിതമായ എന്നാൽ വളരെ റിത്മിക് ആയിട്ടുള്ള താളഭംഗിയോടുകൂടി രചിക്കപ്പെട്ട ഒരു സിമ്പിൾ പോയമാണ്, ഒരു ലിറിക് പോയമാണ്. കവിതാ വരികൾ വായിക്കും മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി പോയറ്റ്. Emily Dickinson, born in 1830 and died in 1886, was an American poet with a unique and innovative style. എമിലി ഡിക്കിൻസൺ എന്ന അമേരിക്കൻ കവി 1830 ജനിച്ച് 1886 മരണപ്പെട്ടു. അവർക്ക് അവരുടേതായ വളരെ യുണീക്കായിട്ടുള്ള, തുല്യമായിട്ടുള്ളതും അതോടൊപ്പം ഇന്നോവേറ്റീവ് സ്റ്റൈൽ, രചനകൾക്ക് ഒരു പുതുമ നൽകുന്ന രീതിയുമായിരുന്നു. ബോൺ ഇൻ മസാച്യുസെറ്റ്സ്, ഷീ ലിവ്ഡ് മച്ച് ഓഫ് ഹെർ ടൈം ഓർ ലൈഫ് ഇൻ സെക്ലൂഷൻ. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ ജനിച്ച അവർ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും സെക്ലൂഷനിലായിരുന്നു, ഐസൊലേഷൻ, ഏകാന്തതയിലാണ് ചെലവഴിച്ചത്. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. 1800-ലധികം കവിതകൾ രചിച്ചെങ്കിലും അവരുടെ ജീവിതകാലത്ത് വളരെ കുറച്ച് മാത്രമേ പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളൂ. Her poems explore the themes of death, immortality, nature and human nature. അവരുടെ കവിതകളുടെ ആശയം പലപ്പോഴും മരണവും, ഇമ്മോർട്ടാലിറ്റി, അനശ്വരതയും, നേച്ചർ, പ്രകൃതിയും, ആൻഡ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ സ്വഭാവവും, ഇതൊക്കെയായിരുന്നു അവരുടെ തീം ഓഫ് പോയംസ്. Her most famous poems include Because I Could Not Stop for Death, I Heard a Fly Buzz When I Died, and Success is Counted Sweetest. ഇതൊക്കെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫേമസ് ആയ കവിതകളിൽ ചിലത്. Now let's go through the lines of the poem. Hope is the thing with feathers. ഹോപ്പ് എന്നുള്ളത് തൂവലുകളുള്ള ഒരു വസ്തുവാണ്.
മനോഹരമായ ഒരു മെറ്റഫർ കൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഹോപ്പ് ഇസ് കമ്പയർഡ് ടു എ ബേർഡ്. ഒരു പക്ഷിയോടാണ് ഹോപ്പിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ഹോപ്പ് ഇസ് എ സ്മോൾ ബേർഡ് വിത്ത് ജെന്റിൽ ഫെദേഴ്സ്. ഇറ്റ് റെസ്റ്റ്സ് ക്വയറ്റ്ലി ഇൻസൈഡ് അവർ മൈൻഡ്സ്. ഹോപ്പ് എന്നുള്ളത് വളരെ ജെന്റിലായിട്ടുള്ള തൂവലുകളുള്ള ഒരു പക്ഷിയാണ്. ആ പക്ഷി അഥവാ ഹോപ്പ് എല്ലാ മനുഷ്യരുടെയും സോളിൽ, ആത്മാവിൽ, മനസ്സിൽ അത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പക്ഷി അവിടെ ചേക്കേറിയിട്ടുണ്ട്. പേർച്ച് എന്നുള്ള വേർഡ് നാം മലയാളത്തിൽ ചേക്കേറുക, അതായത് പറന്നു വന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹോപ്പ് എന്നുള്ള പക്ഷി ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ, മനസ്സിൽ അതവിടെ സ്ഥിരമായി ചേക്കേറിയിരിപ്പുണ്ട്. അതെപ്പോഴും ഉണ്ട്. ആൻഡ് സിങ്സ് the tune without words, and it sings a wordless song of hope and relief. നമ്മുടെ ഉള്ളിൽ പക്ഷിയായിട്ടിരിക്കുന്ന പ്രതീക്ഷ അതെപ്പോഴും ഒരു ഗാനം ആലപിക്കുന്നു. എ വേർഡ്ലെസ് സോങ്. അതിന് പ്രത്യേകമായ വാക്കുകൾ, സ്വരങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും വളരെ മനോഹരമായ സോങ് ഓഫ് ഹോപ്പ് ആൻഡ് റിലീഫ്, പ്രതീക്ഷയുടെ, ആശ്വാസത്തിൻ്റെ ഒരു ഗാനം ആ പക്ഷി നമ്മുടെ ഉള്ളിലിരുന്ന് എപ്പോഴും ആലപിക്കുന്നുണ്ട്. And never stops at all. This song never ends, no matter what happens in our life. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും പ്രതീക്ഷ മങ്ങുന്നില്ല. പ്രതീക്ഷയുടെ ഗാനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത മനോഹരമായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന ഒരു പക്ഷിയാണ് ഹോപ്പ് എന്നതാണ് ആദ്യ സ്റ്റാൻസ പറയുന്നത്. The word perch means sit or rest. ഒരു പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ അത് പറന്നു വന്ന് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക എന്നർത്ഥം. Now the second stanza. And sweetest in the gale is heard. The song of hope is heard sweetest during the powerful wind of hardship. Powerful wind of hardship. ദുരിതങ്ങളുടെ ശക്തമായ കാറ്റ്. Gale means a powerful wind. ശക്തമായ കാറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ ശക്തമായ ഒരു കാറ്റ്. നാം എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുവോ ആ സമയത്താണ് സോങ് ഓഫ് ഹോപ്പ്, ഹോപ്പ് എന്ന പക്ഷിയുടെ സോങ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു ഗാനം കേൾക്കുന്നതെങ്കിൽ ആ ഗാനം സ്വീറ്റസ്റ്റ് ആയിരിക്കും, വളരെ മാധുര്യമുള്ളതായിരിക്കും. നമ്മുടെ പ്രയാസങ്ങൾ എത്രമാത്രം കഠിനമാണോ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ആശ്വാസത്തിൻ്റെ ഗാനം മാധുര്യമേറും എന്നർത്ഥം. And sore must be the storm that could abash the little bird. Only a painful or powerful storm of trouble can hinder or silence this small bird of hope. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യുന്ന, അവിടെ കുടിയിരിക്കുന്ന ഹോപ്പ് എന്ന ഈ ലിറ്റിൽ ബേർഡിനെ തകർക്കാൻ, അതിനെ സൈലൻ്റ് ആക്കാൻ, അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന സ്റ്റോം ഓഫ് ഹാർഡ്ഷിപ്പ്, പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റിനായിരിക്കും. ആ കൊടുങ്കാറ്റും സോറാകുമ്പോൾ, സോർ മീൻസ് പെയിൻഫുൾ ഓർ പവർഫുൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ അത് ഒരു കൊടുങ്കാറ്റ് പോലെ വേദനയും ശക്തവും നിറഞ്ഞതാണെങ്കിൽ, അത്തരത്തിലുള്ള പെയിൻഫുൾ ആൻഡ് പവർഫുൾ സ്റ്റോം ആണെങ്കിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ ഒരുപക്ഷെ അസ്തമിച്ചു പോയേക്കാം. പ്രതീക്ഷയുടെ പക്ഷിയെ സൈലൻ്റ് ആക്കാൻ സാധിക്കുന്നത് അതികഠിനമായ ദുരിതങ്ങളുടെ കൊടുങ്കാറ്റിന് മാത്രമായിരിക്കും എന്നർത്ഥം. സാധാരണഗതിയിൽ ദാറ്റ് കെപ്റ്റ് സോ മെനി വാം, ദിസ് ബേർഡ് ഓഫ് ഹോപ്പ് ഹാസ് കംഫർട്ടഡ് ആൻഡ് എൻകറേജ്ഡ് മെനി പീപ്പിൾ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വാംത, ഊഷ്മളത, ഇവിടെ ഉദ്ദേശിക്കുന്നത് കംഫർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്, ആശ്വാസവും പ്രതീക്ഷയുമൊക്കെ നൽകിയതാണ് ഹോപ്പ് എന്നുള്ള ഈ ലിറ്റിൽ ബേർഡ്. അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ആശ്വാസത്തിൻ്റെ സോങ് ഓഫ് ഹോപ്പ് വളരെ മാധുര്യമുള്ളതായിരിക്കും. സാധാരണ ലൈഫിൽ അപൂർവമായൊക്കെ സംഭവിക്കുന്ന സ്റ്റോം ഓഫ് ഹാർഡ്ഷിപ്പ്, വളരെ സോർ, പവർഫുൾ ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റിൻ്റെ ദുരിതങ്ങളുടെ കൊടുങ്കാറ്റിന് മാത്രമേ ഈ സോങ് ഓഫ് ബേർഡിനെ സൈലൻ്റ് ആക്കാനോ തടസ്സപ്പെടുത്താനോ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. Now the third and last stanza. I have heard it in the chillest land
ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. കവിതയിലെ സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ് പറയുന്നു, ദ സോങ് ഓഫ് ഹോപ്പ് ഹാസ് കംഫർട്ടഡ് മീ ഇൻ ദ കോൾഡസ്റ്റ് ഹാർഡസ്റ്റ് സിറ്റുവേഷൻസ് ആൻഡ് ഈവൻ വെൻ ഐ ഫെൽറ്റ് ആസ് ഇഫ് ലോസ്റ്റ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. ഈ വരികളിൽ കാണാം ലാൻഡ്, സീ, കരയും കടലും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ദുരിതം അനുഭവിക്കുമ്പോഴൊക്കെ ആശ്വാസമായി ഹോപ്പ് ഓർ സോങ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഗാനം വന്നിട്ടുണ്ട്. ദ സോങ് ഓഫ് ഹോപ്പ് ഹാസ് കംഫർട്ടഡ് മീ ഇൻ ദ കോൾഡസ്റ്റ് ഹാർഡസ്റ്റ് സിറ്റുവേഷൻസ്. ജീവിതത്തിലെ അതികഠിനമായ സാഹചര്യങ്ങളിൽ ഞാൻ നിലകൊള്ളുമ്പോഴും എനിക്ക് ആശ്വാസം പകർന്നത് സോങ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഗാനമാണ്. ആൻഡ് ഈവൻ വെൻ ഐ ഫെൽറ്റ് ആസ് ഇഫ് ലോസ്റ്റ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. വളരെ വിചിത്രമായ നടുക്കടലിൽ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴും എനിക്ക് ആശ്വാസമായി വരുന്നത് പ്രതീക്ഷയുടെ തുരുത്താണ്. വെദർ ഓൺ ലാൻഡ് ഓർ സീ, കടലിലാവട്ടെ കരയിലാകട്ടെ, വെനെവർ ഐ ഫേസ് ഡിഫിക്കൽട്ടീസ്, ഏതൊക്കെ ഘട്ടങ്ങളിൽ ഞാൻ പ്രയാസങ്ങളെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഹോപ്പ് വാസ് ഓൾവേസ് ദർ ടു കംഫർട്ട് മീ. എനിക്ക് ആശ്വാസമായി വരുന്നത് ഹോപ്പ്, പ്രതീക്ഷയായിരുന്നു. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ഈവൻ ഇൻ മൈ വേഴ്സ്റ്റ് ടൈംസ് ഹോപ്പ് നെവർ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എനിത്തിങ് ഇൻ റിട്ടേൺ ഫ്രം മീ. എൻ്റെ ഏതൊരു സാഹചര്യത്തിലും ഞാൻ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച, എന്നാൽ പ്രതീക്ഷയിൽ ആശ്വാസം കണ്ടെത്തിയ ഒരു വേളയിലും ഹോപ്പ് എന്നിൽ നിന്നും തിരിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ക്രംബ് ഹിയർ മീൻസ് സ്മോൾ പീസ് ഓഫ് സംതിങ്, എന്തിൻ്റെയെങ്കിലും ഒരു ചെറിയ ഭാഗം, ഒരല്പം എന്നർത്ഥത്തിൽ. ഇത്രയുമാണ് വളരെ ഡീപ്ലി മീനിങ് ഫുൾ ആയിട്ടുള്ള ഈ കൊച്ചു കവിതയുടെ വിശദീകരണം. ഇനി ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. മെറ്റഫർ. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഹോപ്പ് ഇസ് കമ്പയർഡ് ടു എ ബേർഡ്. ഹോപ്പ് എന്നുള്ളതിനെ ഒരു പക്ഷിയോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതും ആസ് ഓർ ലൈക്ക് എന്നീ പദങ്ങൾ ഉപയോഗിക്കാതെ ഹോപ്പ് ഈസ് എ ബേർഡ് എന്ന രൂപത്തിലാണ് കമ്പാരിസൺ. അത് തികഞ്ഞ ഒരു മെറ്റഫറാണ്. ദെൻ പേഴ്സോണിഫിക്കേഷൻ. ഹോപ്പ് സിങ്സ്. ഹോപ്പ് എന്നുള്ളത് ഗാനം ആലപിക്കുന്നു. ഹോപ്പ് പേർച്ചസ്, ഒരു പക്ഷിയെപ്പോലെ മനസ്സിൽ ഇരിക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഹോപ്പ് നെവർ ആസ്ക്ഡ്. ഹോപ്പ് ഒരിക്കലും എന്നോട് പ്രതിഫലം ചോദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോപ്പ് എന്നുള്ളത് പേഴ്സോണിഫൈ ചെയ്യപ്പെടുന്നു. ആലിറ്ററേഷൻ. സോ മസ്റ്റ് ബി ദ സ്റ്റോം, സ്ട്രേഞ്ചസ്റ്റ് സീ എന്നീ പ്രയോഗങ്ങളിൽ സ് സൗണ്ടുകളുടെ ആവർത്തനം വാക്കുകളുടെ തുടക്കത്തിൽ കാണാം. ഇത് അലിറ്ററേഷൻ്റെ ഉദാഹരണമാണ്. ദെൻ അനഫോറ. repetition of and that at the beginning of several successive lines. കവിതാ വരികളുടെ ആരംഭത്തിൽ, തുടരെ വരുന്ന വരികളുടെ ആരംഭത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ, അതാണ് അനഫോറ. ഇവിടെ ആൻഡ് എന്നുള്ള പദങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, ദാറ്റ് എന്ന പദങ്ങളും ആവർത്തിച്ചിരിക്കുന്നത് കാണാം. ഇത് അനഫോറയുടെ എക്സാമ്പിളായി കാണാവുന്നതാണ്. ദെൻ സിംബലിസം. ദ ബേർഡ് ഇസ് സിംബലൈസ്ഡ് ടു റെപ്രസെൻറ്റ് ഹോപ്പ് ഇൻ അവർ മൈൻഡ്. നമ്മുടെയൊക്കെ മനസ്സിൽ പ്രതീക്ഷ, അതിനെ സിംബലൈസ് ചെയ്യുന്നതാണ് ബേർഡ് എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന, ചേക്കേറിയിരിക്കുന്ന പക്ഷി പ്രതീക്ഷയുടെ ഒരു സിംബലാണ്. നൗ വിഷ്വൽ ഇമേജ്. ദ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ ഡെപിക്റ്റ് എ ഡൾ പിക്ചർ ഓഫ് ഹാർഡ് ടൈംസ്. മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങളുടെ ഒരവസ്ഥയെ ദ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ എന്നീ പ്രതീകങ്ങൾ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ദ ലിറ്റിൽ ബേർഡ് പേർച്ച്ഡ് ഇൻ സോൾ, നമ്മുടെയൊക്കെ ആത്മാവിൽ കുടികൊണ്ടിരിക്കുന്ന ലിറ്റിൽ ബേർഡ് എന്നുള്ള ഒരു ചിത്രീകരണം വിഷ്വലൈസസ് എ ഹോപ്പ്ഫുൾ പേഴ്സൺ, പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ദെൻ ഓഡിറ്ററി ഇമേജ്. ദ സ്വീറ്റസ്റ്റ് ട്യൂൺ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ അതിമധുരമായ ട്യൂൺ, ഗാനം. ഇത് ക്രിയേറ്റ്സ് എ സൂത്തിങ് ഓഡിറ്ററി ഇമേജ്, നമുക്ക് ആശ്വാസം പകരുന്ന ഒരു ഓഡിറ്ററി ഇമേജ് സൃഷ്ടിക്കുന്നു. റൈമിംഗ് വേർഡ്സ്. നോ കൺസിസ്റ്റന്റ് റൈം സ്കീം, ഈച്ച് സ്റ്റാൻസ ഡിഫേഴ്സ് ഇൻ റൈമിംഗ് പാറ്റേൺ. ഈ കവിതയ്ക്ക് വളരെ സ്ഥിരമായിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റൈം സ്കീം ഇല്ല. ഓരോ സ്റ്റാൻസയിലും വ്യത്യസ്തമായ റൈം പാറ്റേൺ ആണുള്ളത്. ഓരോ സ്റ്റാൻസക്കും വ്യത്യസ്തമായ റൈം സ്കീം. എന്നാൽ മൊത്തം കവിതയിൽ ചില റൈമിംഗ് വേർഡ്സ് ഉണ്ട്. സോൾ, ഓൾ, ഹേർട്ട്, ബേർഡ്, സ്റ്റോം, വോം,
സി, എക്സ്ട്രിമിറ്റി, മീ. ഈ 3 പദങ്ങൾ ലാസ്റ്റ് സ്റ്റാൻസയിൽ അവസാന ഈ സൗണ്ട് തീർത്തിരിക്കുന്നു. ഇങ്ങനെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റൈം സ്കീം ഇല്ല. ഓരോ സ്റ്റാൻസക്കും വ്യത്യസ്തമായ റൈം സ്കീമാണുള്ളത്, റൈമിംഗ് പാറ്റേൺ ആണുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്ന ഈ കവിതയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.